ആധുനികതയുടെ തേരോട്ടത്തിനിടയിൽ പല നല്ല കലാരൂപങ്ങളും കൈവിട്ടു പോവുകയാണ്. കഥാപ്രസംഗവും നാദസ്വര സംഗീതവും അവയിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇവയെ തിരിച്ചുപിടിക്കാൻ പ്രവാസ ലോകത്തും നീക്കം വളരെ സജീവമാണ്. പോയ വാരം മസ്കത്തിൽ നടന്ന പരിപാടികൾ ഇതിന് തെളിവാണ്. പാതിരാവിലും ആയിരക്കണക്കിന് ആസ്വാദകരാണ് ഈ രണ്ട് കലാരൂപങ്ങളെയും വരവേൽക്കാൻ ഒത്തുചേർന്നത്. ഗൾഫിൽ അടിപൊളി കലകൾക്കും സിനിമാറ്റിക് ചുവടുകൾക്കും മാർക്കറ്റുള്ള ഈ ഓണക്കാലത്ത് മസ്കത്തിലെ മലയാളികൾ അല്പമൊന്നു പിന്നാക്കം നടന്നു. ഓർമ്മകളുടെ ഉത്സവ പറമ്പിൽ നമ്മൾ രാവിനെ പകലാക്കി കാതോർത്തിരുന്ന കഥാപ്രസംഗം. മംഗല്യമടക്കമുള്ള മംഗളവേളകൾക്ക് പശ്ചാത്തല ഗീതമൊരുക്കിയ നാദസ്വര കച്ചേരി. നാടുപോലും മറന്നു തുടങ്ങിയ രണ്ട് കലാരൂപങ്ങൾ ഗൾഫ് മണ്ണിൽ ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ഇവിടെ. മസ്കത്ത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ 3 ദിവസം നീണ്ട ഓണാഘോഷത്തിന്റെ ആദ്യ രാവ് കൈയടക്കിയത് കഥാപ്രസംഗത്തിന്റെ കുലപതി സാംബശിവന്റെ മകൻ വസന്തകുമാർ സാംബശിവനും നാദസ്വരത്തിലെ പുതുസ്വരങ്ങളായ പാമ്പാടി സഹോദരങ്ങളുമായിരുന്നു. ഈ കലാകാരന്മാർ ആദ്യമായിട്ടാണ് മസ്കത്തിലെത്തുന്നത്. പാമ്പാടി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന രജീഷും രാജേഷും ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് രാജ്യത്ത് കച്ചേരി അവതരിപ്പിക്കുന്നത്. തകിലുമായി ഇവർക്കൊപ്പം എത്തിയ അനു വേണുഗോപാലിനും ആദ്യത്തെ ഗൾഫ് അനുഭവമായിരുന്നു മസ്കത്ത് സമ്മാനിച്ചത്. തകിൽ വിദ്വാൻ രാധാകൃഷ്ണ പണിക്കരുടെ മക്കളാണ് രാജേഷും രജീഷും. ഗുരു ആറന്മുള ശ്രീകുമാറിന് കീഴിൽ 6-ാം വയസ്സു മുതൽ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ നാദസ്വരത്തിന്റെ നാദപ്രപഞ്ചത്തെ അറിയാൻ തുടങ്ങിയവർ. തകിൽ വിദ്വാൻ സേലം വേണുഗോപാലിന്റെ മകൻ അനു തെരഞ്ഞെടുത്തതും അച്ഛന്റെ വഴി തന്നെയായിരുന്നു. നാദസ്വര കച്ചേരിയുടെ പതിവ് രീതികൾ വിട്ട് പുതുതലമുറയുടെ ആസ്വാദ ഭേദങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഈ കലാകാരൻ. മംഗളവാദ്യം എന്ന രീതിയിൽ കേരളത്തിൽ നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും തരുന്നുണ്ട്. ഫ്യൂഷൻ നടത്തുന്നുണ്ട് ഞങ്ങൾ. തകില്, നാസരം, വയലിൻ, മൃദംഗം, തബല, കീബോർഡ്, ഇതൊക്കെ ഫ്യൂഷൻ പോലെ ഞങ്ങൾ നടത്തുന്നുണ്ട്. വിവാഹമടക്കമുള്ള മംഗളകർമ്മങ്ങൾ നിലയ്ക്കാത്തതിനാൽ നാട്ടിൽ നാദസ്വരം പഴയ മോടിയല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കഥാപ്രസംഗം അങ്ങനെയല്ല. കഥാപ്രസംഗമടക്കം കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുപകർന്ന കലാരൂപങ്ങളുടെ കെട്ടകാലത്താണ് തന്നെപ്പോലുള്ളവർ ഈ രംഗത്തേക്ക് എത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വസന്തകുമാർ കഥാകഥനത്തിന് തുടക്കമിട്ടത് തന്നെ. അച്ഛൻ വി സാംബശിവൻ എസ് പൊറ്റക്കാടിന്റെ രചനയിൽ നിന്ന് ഊർജമെടുത്ത് അവതരിപ്പിച്ച പ്രേമശില്പി എന്ന കഥയാണ് വസന്തകുമാർ മസ്കത്തിൽ അവതരിപ്പിച്ചത്. വസന്തകുമാർ കഥ പറയുമ്പോൾ ഭാവങ്ങളിൽ, ശബ്ദത്തിൽ, ശരീരഭാഷയിൽ, അംഗവിക്ഷേപങ്ങളിൽ ഇടയ്ക്കിടെ പിതാവ് സാംബശിവൻ കയറി വന്നിരുന്നു. ആഗോളവൽക്കരണം നാടിന്റെ പലതും ഇല്ലാതാക്കിയ കൂട്ടത്തിലൊന്നാണ് കഥാപ്രസംഗമെന്ന് വസന്തകുമാർ ഉറച്ചു വിശ്വസിക്കുന്നു. രസതന്ത്ര പ്രൊഫസറായ വസന്തകുമാർ അച്ഛന്റെ കലയെ ഏറ്റെടുക്കുന്നത് ആഗോളീകരണം കേരളത്തെ മാറ്റിവരയ്ക്കാൻ തുടങ്ങിയ 90കളിലാണ്. പഴയ കഥകൾക്കൊപ്പം പുതിയ കഥകളും പുതിയ ആശയങ്ങളും വസന്തകുമാർ ഈ രംഗത്ത് പരീക്ഷിക്കുന്നുണ്ട്. ഞാനൊരു സയൻസ് ടീച്ചറാണ്, കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറാണ്. അപ്പോൾ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐൻസ്റ്റൈൻ്റെ ലൈഫ്, ഇൻക്ലൂഡിങ് ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉൾപ്പെടെയുള്ള സ്റ്റേജിൽ ലേമാനും മനസ്സിലാകുന്ന ഭാഗത്ത് ഞാൻ വിജയിപ്പിച്ചിട്ടുണ്ട് ഐൻസ്റ്റൈൻ്റെ. അത് ഒരു ചേഞ്ചാണ്. പിന്നെ മേരി ക്യൂറിയുടെ ലൈഫ്. ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവില്ല. നീ വാക്ക് തെറ്റിച്ചു. വാക്ക് തെറ്റിച്ചവൻ തിമോറിന്റെ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന തിരക്കുമില്ല. ആരവിടെ? ഇവനെ പിടികൂടും. ഇവനെ കഴുത്തെടുത്ത് കളയും. ഇവന്റെ കഴുത്ത് വെട്ടിക്കളയും. ശബ്ദങ്ങൾ മാറി മാറി കഥാപാത്രങ്ങളെ ശ്രോതാക്കളിൽ എത്തിക്കുന്നത് മുതൽ അവതരണത്തിനിടെ ഇടയ്ക്കിടെ ചൂടുവെള്ളം കുടിക്കുന്നതുവരെയുള്ള വി സാംബശിവന്റെ മാനറിസങ്ങൾ വസന്തകുമാറിലും കണ്ടപ്പോൾ പഴയ തലമുറയിലെ സാംബശിവൻ ആരാധകർ വികാരധീനരായി. നിറകണ്ണുകളുമായിട്ടാണ് അവർ വസന്തകുമാറിനെ അഭിനന്ദിക്കാനെത്തിയത്.
ഓഡിയോ ആരെക്കൊണ്ടും റെക്കോർഡ് ചെയ്യിപ്പിക്കത്തില്ല. എന്ന് വെച്ചാൽ കഥാപ്രസംഗ സമയത്ത് ഇതെല്ലാം കൊണ്ട് കയറുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യിക്കാത്ത സാറ് എന്നെക്കൊണ്ട് മാത്രമാണ് ആദ്യം നെല്ലിൻ്റെ ഗീതം കഥ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നത്. ഞാനത് റെക്കോർഡ് ചെയ്തു. സാറിൻ്റെ കഥാപ്രസംഗം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടുന്ന് അന്നത്തെ കാലത്ത് വീഡിയോയും കൊണ്ട് നാട്ടിൽ പോവുകയും സാറിനെ വിളിക്കുകയും സാറിന് വളരെ സന്തോഷത്തോടുകൂടി റെക്കോർഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നാട്ടകം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് ഈ 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ കഥ ഞാൻ വീഡിയോയിലെടുക്കുകയാണ്. പാതാളത്തിലേക്ക് നാം തന്നെ ചവിട്ടിത്താഴ്ത്തിയ പല നന്മയുടെയും തിരിച്ചുവരവിന്റെ കാലമാണ് ഓണം. വിസ്മൃതിയിലേക്ക് മറയുന്ന കലകളുടെ വീണ്ടെടുപ്പിന് കൂടി ഈ അവസരങ്ങൾ നമ്മൾ പ്രവാസികളെങ്കിലും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇത്തിമൂർ പള്ളിക്കഴും പ്രാർത്ഥന പ്രതാപങ്ങൾ വിസ്തരിച്ചോതി തരാം സിഗരറ്റും